ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വീക്കിലെ എൻ്റെ ഫസ്റ്റത്തെ കോംബോ മേളയാണ്. അതായത് ഈ ഒരു വീക്കിലായിട്ട് മാത്രം കൊടുക്കുന്ന ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന കുറച്ച് പ്ലാന്റ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ കുറച്ച് ചെടികളാണ്. പിന്നെ ന്യൂ സ്റ്റോക്കായിട്ടുള്ള കുറച്ച് ചെടികളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റോസ്മേരി പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ചെടിയും കൂടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. എല്ലാവരും അന്വേഷിക്കുന്ന ഒരു പ്ലാന്റാണ് റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ബ്ലൂ കളറിലാണ് കാണുക. 80 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. സൈസ് ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ ഫസ്റ്റ് കോംബോ മേളയിൽ വരുന്നതാണ് ഹൈഡ്രാഞ്ചിയാണ്. 310 രൂപയാണ്. 5 പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. റെഡ്, വയലറ്റ്, ബ്ലൂ, പിങ്ക്, വൈറ്റ് എന്നീ കളറുകളിലാണ് കൊടുക്കുന്നത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് നട്ടു വെച്ചാൽ പെട്ടെന്ന് വളർന്ന് പിടിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് ഹൈഡ്രാഞ്ചിൻ്റെ നാടൻ പ്ലാന്റ് അല്ല കൊടുക്കുന്നത്, ഹൈബ്രിഡ് ആണ് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഹൈബ്രിഡ്. അതിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ്. 550 രൂപയാണ്. 10 പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. 550 രൂപയാണ് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. 10 വെറൈറ്റീസ് കളേഴ്സും ഉണ്ട്. നമ്മൾ ഈ മഴക്കാലത്ത് ഏറ്റവും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് അച്ചീവ്മെൻറ്റ്സ്. ഈ ടൈമാണ് അതിൻ്റെ ഫ്ലവറിങ് ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനും എളുപ്പമാണ്, മഴക്കാലം കൂടി ആയതുകൊണ്ട്. അപ്പോൾ ഒരുപാട് മഴയുള്ള സ്ഥലങ്ങളിൽ വെക്കാണ്ട് ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ പാകത്തിന് 2 നേരം വെള്ളം ഒഴിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിലുള്ള അച്ചീവ്മെൻറ്റ്സ് ആയതുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ജിഫി ബാഗിലാണ് വരുന്നത്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവയാണ്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഒരുപാട് ഒഴിച്ചാൽ ചീഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കേണ്ടതാണ്. 2 നേരം ഒഴിക്കുമ്പോൾ സ്പ്രേ ചെയ്ത് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മണ്ണിൻ്റെ ഭാഗം എപ്പോഴും നനവോടുകൂടി തന്നെ ഇരിക്കണം. പ്ലാന്റ് അത്യാവശ്യം നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ്. ഇതിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാഡ്സോണിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. 70 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഇതിന് മുമ്പ് 4 കളറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 കളറുകളാണ് ഉള്ളത്. ബ്ലൂവും വൈറ്റും, റെഡും വൈറ്റും ആണ് ഇപ്പോൾ ഉള്ളത്. ആഫ്രിക്കൻ വയലറ്റും ആയിട്ട് നല്ല സാമ്യമുള്ള പ്ലാന്റാണ് ഈ ഗ്ലാഡ്സോണിയ എന്ന് പറയുന്ന പ്ലാന്റ്. ഫ്ലവറിന് ഇച്ചിരി വലിപ്പം കൂടുതൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ലീഫും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആഫ്രിക്കൻ വയലറ്റ് പോലെ തന്നെയാണ്. ഇതിൻ്റെ ലീഫ് മുറിച്ചിട്ടാണ് അടുത്ത പ്ലാന്റ് നടുക. ചെറുതായിട്ട് അടിഭാഗത്ത് വേരുഭാഗത്തായിട്ട് പൊട്ടിമുളച്ച് വരുന്നതുണ്ടെങ്കിൽ മാറ്റി നടാവുന്നതാണ്. ഇതിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണ്ണ് എന്നിവയാണ് ഇതിൻ്റെ പോട്ടി മിക്സ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ്. 390 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 6 പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ്. ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വരാന്തയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വെയിൽ കൊള്ളിക്കാതെ നോക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇതിൻ്റെ ലീഫ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം മണ്ണിൽ ഇറക്കി വെക്കാവുന്നതാണ്. പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അത്യാവശ്യം വലിയ പോട്ടിലാണ് വരുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നീലക്കൊടുവേലിയാണ്. ഒരുപാട് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് നീലക്കൊടുവേലി എന്ന് പറയുന്ന പ്ലാന്റ്. നല്ല നീല കളറിലാണ് കാണുക. ഒരു ലൈറ്റ് കളറാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഒരു വൈറ്റ് പോലെയാണ്, പക്ഷേ ഇത് വൈറ്റ് കളറല്ല, ഒരു ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, സീസണിലാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡാൻസിങ് ഡോളാണ്. 120 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൾസമാണ്. ബാൾസം 10 കളറുകളാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റോക്ക്. 290 രൂപയാണ് ഈ ഒരു 10 കളറിനും വരുന്ന റേറ്റ്. ആദ്യം ഉണ്ടായിരുന്ന 12 കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 കളറാണ് നിലവിലുള്ള സ്റ്റോക്ക്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. 10 വെറൈറ്റീസ് ആണുള്ളത്. 10 ഡിഫറെൻറ്റ് കളറായിട്ടാണ് കൊടുക്കുന്നത്. ഈ പ്ലാന്റ് വരുന്നത് ജിഫി സൈസാണ്. നമുക്കിതിനെ തണ്ട് മുറിച്ചെടുത്തിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ വേര് ഭാഗത്ത് പൊട്ടി മുളച്ച് വരുന്നത് വേരോട് കൂടി ഇറക്കി മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവയാണ്. ചകിരിച്ചോറ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചാണകപ്പൊടി മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ചെടിച്ചട്ടിയിലേക്ക് താഴ്ത്തി വെക്കാവുന്നതാണ്.
അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബ്ലീഡി ഹാർട്ടാണ്. 65 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. റെഡും വൈറ്റും എന്നീ കളറുകളിലാണ് ഇത് കാണുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അത്യാവശ്യം വലിയ പ്ലാന്റാണ്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റാണ്. വെളുത്തുള്ളിൻ്റെ സ്മെല്ലാണ് ഇതിൻ്റെ ഇലകൾക്ക്, അതുകൊണ്ടാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നും പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ക്യാറ്റ് ക്ലോ ആണ്. 55 രൂപയാണ് റേറ്റ്. ഒരു ഇല പോലും കാണാണ്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ക്യാറ്റ് ക്ലോ. ഇതിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറാണ്. 65 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. ലീഫിന് വ്യത്യാസമുണ്ട് വൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ. നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെട്രിയാണ്. പെട്രീൻ്റെ വൈറ്റ് കളറാണ്. ബ്ലൂ കളറും വരുന്നുണ്ട്. 65 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ലീഫിന് വ്യത്യാസമുണ്ട്. ലീഫ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് പച്ചയായിരിക്കും. ബ്ലൂ കളർ കുറച്ച് ഡാർക്ക് പച്ചയായിരിക്കും അതിൻ്റെ ലീഫ് വരിക. ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. അടുത്തെന്ന് പറയുന്നത് ഗോൾഡൻ കസ്കേഡ് ആണ്. 70 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലൂ ഡേയ്സ് ആണ്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചെറിയ ലീഫാണ് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് കോഞ്ചിയാണ്. പെട്രിയയുടെ വേറൊരു വെറൈറ്റിയാണ് കോഞ്ചിയ. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ്. പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ. അടുത്തതെന്ന് പറയുന്നത് ലേഡി ഷൂ ആണ്. ലേഡി ഷൂ റെഡും യെല്ലോ കളറും ഉണ്ട്. സെയിം റേറ്റാണ് വരുന്നത്. 65 രൂപയാണ്. ഇതിൻ്റെ വെരിക്കേറ്റഡ് ലീഫ് ഉള്ളതും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് റെഡ് കളർ ലേഡി ഷൂവിൻ്റെ വരുന്നത്. വെരിക്കേറ്റഡും ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ട്രംപറ്റ് വൈനാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ട്രംപറ്റ് വൈൻ എന്ന് പറയുന്നത്. 55 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. സീസണിലാണ് ഫ്ലവർ ഉണ്ടാവുക. അടുത്തതെന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റ് കളറാണ്. 65 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത് കുറച്ച് വ്യത്യാസമുള്ള ലീഫാണ്. അതായത് യെല്ലോ കളറിൽ നിന്ന് യെല്ലോ പ്ലാന്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ അതിൽ നിന്ന് കുറച്ച് ലീഫിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് നീട്ടമുള്ള ലീഫാണ് ഇതിൽ വരുന്നത്. ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. വൈറ്റ് കളറാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ് കൊടുക്കുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ തന്നെ ഫ്ലവർ ഉണ്ട്. സീസണാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എസ്റ്റർഡേ ടുഡേ ആണ്. 65 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെരിക്കേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റും ഉണ്ട്. സെയിം കളർ തന്നെയാണ്. അതായത് ഫ്ലവർ ലീഫ് വ്യത്യാസമുണ്ട്. അടുത്തതെന്ന് പറയുന്ന പ്ലാന്റ് മണിമുല്ലയാണ്. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ്. നല്ല സ്മെല്ലുള്ള പ്ലാന്റും കൂടിയാണ്. അടുത്തതെന്ന് പറയുന്ന പ്ലാന്റ് ബ്ലൂവും വയലറ്റും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. പെട്രിയൻ്റെ ബ്ലൂ എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 65 രൂപയാണ്. പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ട് ലെമൺ വൈനാണ് അടുത്തതെന്ന് പറയുന്നത്. 55 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഒരുപാട് സുഗന്ധമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ലെമൺ വൈൻ. ഇതതിൻ്റെ സൈസാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെക്സിക്കൻ ഫ്ലെയിം ആണ്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വേലിപ്പുറത്തും നാട്ടും പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുക. അടുത്ത ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോറൽ വൈനാണ്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. മെക്സിക്കൻ ഫ്ലെയിമിനെ പോലെ തന്നെ നമ്മുടെ നാട്ടും പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചെടിയും കൂടിയാണ് കോറൽ വൈൻ. വേലികളിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. വീഡിയോയിൽ തന്നെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.